നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. കർത്താവ് വചനത്തിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, അപ്പോൾ അത് ഫലമാണ്. ദൈവത്തോട് ചേർന്നുള്ള അധ്വാനം എപ്പോഴും ഫലമാണ്. നമ്മുടെ മക്കൾക്ക് അവരെ ബോധ്യപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അധ്വാനിക്കണം, എന്നാൽ അതിനുപരിയായിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവ് വരില്ല. ആശ്വാസത്തോ എല്ലാവരും രണ്ട് സമയം കർത്താവിനെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനങ്ങൾക്ക് കഴിയുന്നവർ, നിങ്ങൾക്ക് അറിയാവുന്നവരുമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെ, അവരുടെ പരീക്ഷകൾ, ആ പരീക്ഷയുടെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഉയർത്തി കർത്താവിനെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നൽകുക. ഒരു നിമിഷം കാര്യങ്ങൾ ഹൃദയത്തോട് ചേർക്കുക. ദൈവത്തെ നമ്മൾ സ്തുതിച്ച് ആരാധിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. പാപത്തിന്റെ ചില കെട്ടുകളാണ് ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും തടസ്സമാകുന്നത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അസൗകര്യങ്ങളൊക്കെ വന്നെന്ന് വിചാരിച്ചോ, രോഗം വന്നെന്ന് വിചാരിച്ചോ, സാമ്പത്തിക നഷ്ടം വന്നെന്ന് വിചാരിച്ചോ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് അതൊരു തടസ്സമാകുന്നില്ല. അപ്പസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട പത്രോസ് പിറ്റേ ദിവസം വിചാരണ നടക്കാൻ പോവുകയാണ്. ആ വിചാരണയുടെ ഭാഗമായിട്ട് പക്ഷേ തൂക്കിക്കൊല്ലാൻ പോലും അവർ വിധിച്ചേക്കാം. പത്രോസ് ആ കാരാഗ്രഹത്തിൽ വളരെ കൂളായിട്ട് വന്ന് ഉറങ്ങും. കൂർക്കം വെച്ച് ഉറങ്ങും. ദൈവത്തിന്റെ ദൂതൻ അവനെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രധാന കവാട കടന്ന് വഴി ചെന്ന് കഴിഞ്ഞപ്പം പത്രോസ് മനസ്സിലായി, ഞാൻ സ്വപ്നം കണ്ടതല്ല, ദൈവത്തിന്റെ ആത്മാവ് കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ ഓടിപ്പിച്ചതാണ്. അതുപോലെ ദൈവത്തിൽ വിശ്വസിച്ച് ശരണപ്പെട്ട് ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ആ സാഹചര്യത്തിൽ അതുപോലെ ഉറങ്ങാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ ജീവിത സൗകര്യങ്ങള് വലിയ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക സമ്പത്തുള്ളവർക്ക് എല്ലാ സാഹചര്യത്തിലും സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അപ്പസ്തല പ്രവർത്തനം 16-ാം അധ്യായം നമ്മൾ കാണുന്നു. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നമ്മളെപ്പോലെ ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ മുട്ടുകുത്താനോ കൈയടിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ലായിരുന്നു. കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ എന്നിട്ടും മനസ്സില്ലാതെ നിരാശപ്പെടാതെ ആ സാഹചര്യത്തിൽ സങ്കീർത്തനം ആരംഭിച്ച് അവർ ദൈവത്തെ സ്തുതിച്ചു. അവിടെ വലിയ അത്ഭുതം നടന്നു. അവര് നിന്നിരുന്ന സ്ഥലം കുലുങ്ങി, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ പതിഞ്ഞു, അതിൽ ഭിത്തി ഇടിഞ്ഞു വീണു, ഇവരുടെ കൈകാലുകളിൽ കിടന്ന ചങ്ങലകൾ പൊട്ടി വീണു. ഇത്രയൊക്കെ അവര് സങ്കീർത്തനം ആരംഭിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ സംഭവിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രാർത്ഥനയുടെ പല ചങ്ങലകൾ പൊട്ടി വീഴും. അത് നമ്മുടെ അനുതാപത്തിലേക്ക് നയിച്ച് നല്ലൊരു ഉപസാരത്തിലേക്ക് നയിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വൈദ്യമായി മാറും. നമ്മളിപ്പോ ഒരു സങ്കീർത്തനം ആരംഭിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ലക്ഷ്യങ്ങളിൽ വലിയ വിടുതലും സൗഖ്യവും ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങള്, വേദനകള്, രോഗങ്ങള്, പ്രയാസങ്ങള് ഇതെല്ലാം മറന്നിട്ട് കർത്താവിനെ സ്തുതിക്കുക. ചിലപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നത് നമ്മളിങ്ങനെ സദാ സമയം എന്റെ രോഗം, എന്റെ പിള്ളേരുടെ രോഗം, എന്റെ പിള്ളേരുടെ പഠനം, എന്റെ പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഇല്ലായ്മകളും മറന്നിട്ട് ഇതാ ദൈവം, ജീവിക്കുന്ന ദൈവം, ഈ സർവത്തിന്റെ ഉടയനായ ദൈവം, എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം, എന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ദൈവം ഈ ആൾക്കാരിൽ എഴുന്നള്ളിയിരിക്കുന്നു. അതിനെ ദർശിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ശ്രദ്ധിക്കാം.
എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കും. സ്വർഗം തുറന്ന് അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം കാണാൻ പറ്റും. ഇനിയുള്ള സമയം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു അനുതാപത്തിന്റെ ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരാം. പശ്ചാത്തലത്തിനവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകുന്നു. പശ്ചാത്തലത്തിനവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകുന്നു. നമ്മൾ അനുദവിച്ച് കർത്താവിന്റെ പക്കലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മളെ ആ ദൈവവര പ്രസാദത്തിലേക്ക് ഉയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. യോയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ വചനങ്ങളിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കീറി കർത്താവിന്റെ പക്കലേക്ക് തിരിയുക. ബാഹ്യമായ ചില അടയാളങ്ങളോ അതല്ല കർത്താവ് നോക്കുന്നത്. വസ്ത്രമല്ല കീഴേണ്ടത്, ഹൃദയമാണ്. അനുതാപത്തിന്റെ കടം ദൈവം നൽകുന്ന നമ്മൾ എത്ര കണ്ണിറുക്കി അടച്ചു തുറന്നു നോക്കിയാലും കണ്ണ് നിറയണമെന്നില്ല. ദൈവത്തിന്റെ ആത്മാവെന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അനുതാപത്തിന്റെ കണ്ണിനെ ആഗ്രഹിക്കാൻ ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പാവങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഒരു തരം കണ്ണുനീര് വീണാൽ അത് കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ സ്വർഗം സന്തോഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും കണ്ടിട്ട് ഇന്ന് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകണം. കരങ്ങളെ തുറന്നു പിടിക്കേണ്ടവർക്ക് അങ്ങനെ പിടിക്കാൻ, വിശുദ്ധ കുർബാനയിലേക്ക് അല്പം നീട്ടി പിടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനുതാപത്തിന്റെ കൃപ ലഭിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ നയിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. വൈദികരായ ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിന്റെ കൃപ കിട്ടുമ്പോൾ അതോടുകൂടെ നിങ്ങൾക്ക് ഒത്തിരിയേറെ രോഗ സൗഖ്യവും മറ്റ് അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ ശരിക്കും അനുതാപത്തിലേക്ക് വന്ന് വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹിക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. അനുതാപത്തിന്റെ കൃപ ഞങ്ങളിൽ ഒരുക്കണമേ. ഈശോയെ, അങ്ങേക്കെതിരായി പാപം ചെയ്തവരാണ് ഞങ്ങൾ. ഇതാ ഞങ്ങൾ പാപത്തെ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, കരുണയാക്കണമേ, കരുണയാക്കണമേ, കരുണയാക്കണമേ. അനുതാപികളെ കേൾക്കുന്ന കർത്താവേ, അനിവസനായ കർത്താവേ, ഈ സ്വർഗ്ഗത്തിലേക്ക് അവിടുന്ന് ഒരുക്കണമേ. ഈ സ്വർഗ്ഗത്തിലേക്ക് അവിടുന്ന് Madhusni